ഇന്നത്തെ കാവ്യസദസ്സിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുകയാണ്. ഇന്ന് ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് ഭാരതീയ സമാജിൻ്റെ ദേശീയ ചെയർമാനും അതേപോലെ തന്നെ സംസ്കാര ഭാരതം ട്രസ്റ്റിൻ്റെ ചെയർമാനുമായ ശ്രീ BS ബാലേന്ദ്രൻ സാറാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനവും അതുപോലെ തന്നെ കാവ്യമാല 8 അതിൻ്റെ ഇതൾ 8 എന്ന പുസ്തകവും പ്രകാശനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ സൂര്യകവി ഡോക്ടർ ജയദേവൻ സാറാണ്. അദ്ദേഹത്തെ എല്ലാവർക്കും തന്നെ പരിചയമുള്ളതാണെന്ന് തോന്നുന്നു. സൂര്യകവി എന്ന പേരിൽ അറിയപ്പെടുന്ന ഡോക്ടർ ജയദേവൻ സാർ ഏകദേശം 10 വർഷമായി സൂര്യനെക്കുറിച്ച് കവിത എഴുതി വരികയാണ്. എല്ലാ ദിവസവും രാവിലെ സൂര്യോദയത്തിന് മുമ്പ് 20 വരിയിൽ കുറയാത്ത കവിതയാണ് അദ്ദേഹം എഴുതുന്നത്. വൃത്തവും പ്രാസവും അലങ്കാരവും എല്ലാം ഒപ്പിച്ചുകൊണ്ടുള്ള കവിതയാണ്. സൂര്യനെക്കുറിച്ചുള്ള ഒരു പുസ്തകം ഇറക്കി, അതും ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ കവിതകൾ രചിച്ച് സമാഹരിച്ചുകൊണ്ടൊരു പുസ്തകത്തിൻ്റെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പുസ്തകവും വരുന്നത്. ഇങ്ങനെ പല റെക്കോർഡുകൾക്കും ഉടമയായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അവാർഡുകൾ പറയുകയാണെങ്കിൽ ധാരാളം അവാർഡുകൾ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് പറയുകയാണെങ്കിൽ യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം വേൾഡ് റെക്കോർഡ് 2021, ഇൻ്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടറേറ്റ് 2021, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് 2022, രാജീവ് ഗാന്ധി നാഷണൽ എക്സലൻസ് അവാർഡ് 2022, ഭാഷയിലെ മികവിനുള്ള ഭാരതീയ ഹിന്ദു വിദ്യാമന്ദിർ ദേശീയ അവാർഡ് 2022, ഭാരതീയ സമാജിൻ്റെ ദേശീയ അവാർഡ് 2022, ഇന്ത്യ പ്രൗഡ് അവാർഡ് 2022, അങ്ങനെ ധാരാളം അവാർഡ്. ഇത് നോക്കുമ്പോൾ ഏകദേശം ഒരു 10-50ഓളം അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് തമ്പുരാട്ടിയുടെ രാജപുത്രി നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. ഇപ്പോൾ യൂറോപ്യൻ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഇദ്ദേഹം ഇതിൻ്റെ മിഷൻ സോങ് ലോകത്തിൽ 100 ഭാഷയിൽ പുറത്തിറങ്ങുകയാണ്. അങ്ങനെ സാഹിത്യ മേഖലയിൽ വളരെയധികം വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഇന്ന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതും. നമ്മുടെ കാവ്യമാല കഴിഞ്ഞ മാസത്തെ കവിതകളെല്ലാം കൂടെ സമാഹരിച്ചുകൊണ്ടുള്ള കാവ്യമാല ഇതൾ 8ൻ്റെ പ്രകാശന കർമ്മം നടത്തും അദ്ദേഹമാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിയിട്ടുള്ള കവിത ആലപിക്കാൻ എത്തിയിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ ചടങ്ങ് വീക്ഷിക്കാൻ എത്തിയിട്ടുള്ള എല്ലാ സഹൃദയരെയും എൻ്റെ സഹപ്രവർത്തകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇന്ന് തികച്ചും വ്യത്യസ്തനായ ഒരു ആളാണ് നമ്മുടെ ഈ കാവ്യസദസ്സ് ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്നത്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. സജീവമായി പ്രാദേശിക തലത്തിൽ ഇടപെട്ടുകൊണ്ട് രാഷ്ട്രീയ കാര്യങ്ങളിൽ അഭിപ്രായം പറയുകയും സമരങ്ങൾ നയിക്കുകയും പോരാട്ടങ്ങൾ നയിക്കുകയും ഒക്കെ ചെയ്തു വന്ന ഒരു പൊതുപ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിന് ഈ കവിത എഴുതുവാനുള്ള ഒരു താല്പര്യം വന്നു തുടങ്ങിയപ്പോൾ അദ്ദേഹം അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് ഒരു ദിവസം തോന്നി സൂര്യനെക്കുറിച്ച് കവിതകൾ എഴുതണമെന്ന് തോന്നി. അപ്പോൾ അത് തൻ്റെ ജീവിതത്തിലെ ഒരു വലിയ വഴിമാറ്റമായിരുന്നു. എല്ലാ ദിവസവും പ്രഭാതത്തിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ അദ്ദേഹം ഉണരും. തലേ ദിവസം അറിയില്ല അദ്ദേഹം എന്ത് കവിതയാണ് എഴുതാൻ പോകുന്നതെന്ന്. അദ്ദേഹത്തിന് ഇപ്പോൾ ചോദിച്ചാൽ നാളെ എന്ത് എഴുതാൻ പോകുന്നു അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം രാവിലെ പ്രഭാതത്തിൽ എണീറ്റ് സൂര്യനെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ചില വരികൾ വരും സൂര്യനെക്കുറിച്ച്. ആ വിധത്തിൽ ഒരു പുസ്തകം, ഒരു കവിതാരചന സൂര്യനെക്കുറിച്ച് മാത്രം കവിതാരചന നടത്തുന്ന സൂര്യകവി ഡോക്ടർ ജയദേവൻ എന്ന പേരിൽ ഇന്ന് അദ്ദേഹത്തെ നമ്മുടെ നാടും ലോകവും അറിയുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മലയാള മനോരമയുടെ സപ്ലിമെൻ്റ് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. സപ്ലിമെൻ്റ് അദ്ദേഹത്തെക്കുറിച്ചായിരുന്നു. കണ്ടിട്ടുണ്ടോ? അത് ഒരു ഫുൾ സപ്ലിമെൻ്റ് അദ്ദേഹത്തെക്കുറിച്ചായിരുന്നു. മലയാള മനോരമ പോലുള്ള ഒരു വലിയ പത്രം ഒരു സാഹിത്യകാരന്, ഒരു കവിക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുത്ത് ഈ അടുത്ത കാലത്തൊന്നും തന്നെ
ഈ വിധത്തിൽ ഒരു സപ്ലിമെൻ്റ് പ്രസിദ്ധീകരിച്ചിട്ടില്ല. അവരെല്ലാം അത്ഭുതത്തോടു കൂടിയാണ് ഡോക്ടർ ജയദേവനെ നോക്കിക്കാണുന്നത്. എല്ലാ ദിവസവും ഒരു വിഷയത്തെക്കുറിച്ച്, അത് വ്യത്യസ്തങ്ങളായ വരികൾ അദ്ദേഹത്തിലേക്ക് ഇങ്ങനെ മുളയ്ക്കുകയാണ്. ആ സൂര്യകവി ഡോക്ടർ ജയദേവൻ നമ്മുടെ ഭാരതീയ സമാജത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് നിൽക്കുന്ന വ്യക്തിയാണ്. ഈ കാവ്യസദസ്സിൽ പങ്കെടുത്ത് അദ്ദേഹം സംസാരിക്കണമെന്നും അദ്ദേഹത്തെ ഈ വേദിയിൽ ഗൗരവപൂർവ്വം ആനയിക്കണമെന്നും BSSൻ്റെ ആഗ്രഹമാണ് ഇന്ന് സംസ്കാര ഭാരതത്തിൻ്റെ ഈ കാവ്യസദസ്സിൽ അദ്ദേഹത്തെ ഉദ്ഘാടകനായി നിശ്ചയിച്ചതും ഇവിടെ വിളിച്ചതും. പ്രിയപ്പെട്ട ഡോക്ടർ കെ ജയദേവൻ നമ്മുടെ നാട്ടിലെ കവികൾക്കിടയിൽ ഒരു അത്ഭുതമായി മാറിയിരിക്കുന്ന വ്യക്തിയാണ്. ഈ ഒരു അത്ഭുത പ്രതിഭാസം അപൂർവമായി ഭാഷയ്ക്ക് സംഭവിക്കുന്ന ഒരു സംഭവം മാത്രമാണ്, ഒരു എന്താ പറയുക, ഒരു അനുഭവം മാത്രമാണ് ഡോക്ടർ ജയദേവൻ്റെ വാക്കുകൾ കേൾക്കുവാനും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കിടുവാനും ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട കവികൾക്ക്, ബുദ്ധിജീവികൾക്ക് കഴിയേണ്ടതുണ്ട്. കാരണം വിഷയദാരിദ്ര്യം കൊണ്ട് പലപ്പോഴും നമ്മുടെ ആളുകൾ എഴുതുന്ന കവിതകളെന്ന് പറയുന്നത് യാതൊരു പ്രാധാന്യമില്ലാത്ത സമകാലികമായ ചെറിയ ചെറിയ വിഷയങ്ങളെക്കുറിച്ച് 1-2 ദിവസം മാത്രം വാർത്തയിൽ നിൽക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് കവിത എഴുതുന്ന ഒരു സംസ്കാരം നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ശാശ്വതമായി എന്നും നിലനിൽക്കുന്ന, എന്നും വായിക്കാൻ പറ്റുന്ന, കാലത്തിനപ്പുറം പോകുന്ന സൃഷ്ടി നടത്തുവാൻ കഴിയുന്ന നിലയിലുള്ള വിഷയം കണ്ടെത്തി കവിത നിർണയിച്ച് കവിത എഴുതുന്ന, കവിത സംഭാവന ചെയ്യുവാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തിയാണ് ജയദേവൻ എന്നുള്ള തിരിച്ചറിവാണ് ഇന്നിവിടെ ശ്രീ ജയദേവനെ ക്ഷണിക്കുമ്പോൾ നമുക്കുള്ള സന്തോഷം. കഴിഞ്ഞ കാവ്യസദസ്സിൽ പങ്കെടുത്തുകൊണ്ട് ഇതേപോലെ ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം ലോകത്തെ ഏറ്റവും വലിയ കാവ്യപുസ്തകം രചിച്ച ബൃന്ദ എന്ന കവിയത്രിയെ കൊണ്ടുവന്നു ലോകത്ത് ഏറ്റവും വലിയ കാവ്യപുസ്തകം പ്രസിദ്ധീകരിച്ച 2500-ലധികം കവിത പ്രണയത്തെക്കുറിച്ച് മാത്രം, ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം. അത് 2500 3000 5000 കവിതകൾ എഴുതാൻ തയ്യാറാണ് അയാൾ എന്നാണ് പറഞ്ഞത്. ആ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ ആനന്ദബോസ് ഇങ്ങനെ ചോദിക്കുകയും ചെയ്തു, ഇനിയും എഴുതാമല്ലോ, 3000 വരികൾ എഴുതാനും കവിതകൾ എഴുതാനും 3000 എത്ര കവിതകൾ വേണമെങ്കിലും എഴുതാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ആ കവിയത്രി. അതുപോലെ ഡോക്ടർ ജയദേവൻ സൂര്യനെക്കുറിച്ചിപ്പം ഏതാണ്ട് 5000-ഓളം കവിത ആയിട്ടുണ്ട്. അതിന് എത്ര ആകുമെന്ന് അറിയത്തില്ല. പുള്ളി ഇങ്ങനെ ലോകത്തെ ഏറ്റവും വലിയ ഒരു കാവ്യരചന ഒരു വിഷയത്തെ ആസ്പദമാക്കി ചിന്തിക്കുന്ന വ്യത്യസ്ത ശൈലിയിലുള്ള ഒരു സൃഷ്ടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ജയദേവൻ ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും നമ്മുടെ കാവ്യസദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കേറെ സന്തോഷമുള്ള കാര്യമാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനും അദ്ദേഹത്തിൻ്റെ കവിത കേൾക്കുവാനും ഈ പുസ്തകം പ്രകാശനം ചെയ്യുവാനുമായി ഡോക്ടർ ജയദേവനെ ക്ഷണിക്കുന്നു. അധ്യക്ഷൻ, ഭാരതസേവ സമാജിൻ്റെ ദേശീയ ചെയർമാൻ ഡോക്ടർ ബാലേന്ദ്ര സാർ, സ്വാഗതം ആശംസിച്ച ശ്രീമതി മഞ്ജു ശ്രീകുമാർ, ഈ പരിപാടിയുടെ കോർഡിനേറ്റർ ശ്രീ സുധീർ ചടയമംഗലം, കൃതജ്ഞത രേഖപ്പെടുത്തുന്ന സൗണ്ട് കേൾക്കാമോ? കൃതജ്ഞത രേഖപ്പെടുത്തുന്ന ശ്രീമതി സ്മിത മനോജ്, ഇവിടെ പങ്കെടുത്തിരിക്കുന്ന കവി ശ്രേഷ്ഠതയുടെയുമുള്ള സഹോദരി സഹോദരന്മാർ, 3 ഘട്ടമായിട്ടാണ് ഞാനിവിടെ ഉദ്ഘാടന പ്രസംഗം പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നത്.
ഒന്ന് ബാലേന്ദ്ര സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ എഴുത്തിലേക്ക് വന്ന ആ ഒരു തുടക്കം, പിന്നെ ബാലേന്ദ്ര സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കവിത എങ്ങനെ നമ്മൾ ഈ പറഞ്ഞതുപോലെ വൃത്തത്തിൽ എഴുതാൻ പറ്റുന്ന എളുപ്പവഴി അതിനെ സംബന്ധിച്ച് പിന്നെ ഒരു കവിത ചൊല്ലുക എന്നുള്ളത്, അങ്ങനെ 3 ഘട്ടമായിട്ടാണ് ഞാൻ പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചത്. ഞാൻ എഴുത്തിലേക്ക് വന്ന വഴികൾ പറയും. നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഭാവിയിൽ ആരാകണമെന്നുള്ളതിനെ സംബന്ധിച്ചൊരു ചിത്രമുണ്ട്. ചിലർക്ക് ഡോക്ടറോ എഞ്ചിനീയറോ അധ്യാപകരോ അങ്ങനെ ഏതെങ്കിലും മേഖലയിൽ ആകണമായിരിക്കും പലരും ആഗ്രഹിക്കും. പക്ഷെ ഞാൻ ആഗ്രഹിച്ചത് ഒരു രാഷ്ട്രീയക്കാരനാണ് ആഗ്രഹിച്ചത്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ തണ്ണിത്തോട് എന്ന് പറയുന്നൊരു മലയോര പ്രദേശം, കുടിയേറ്റ പ്രദേശം, 4 വശങ്ങളും വനങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു സാധാരണക്കാർ മാത്രം താമസിക്കുന്ന ഒരു പ്രദേശം. അപ്പോൾ അവിടെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ച ഒരു വിദ്യാഭ്യാസവും കിട്ടിയത് സജീവമായിട്ട് രാഷ്ട്രീയത്തിലിറങ്ങി CPIM പ്രവർത്തനം. അങ്ങനെ ഞാൻ 2003 ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. അപ്പോൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണക്കാർ മാത്രം പാർക്കുന്ന ഒരു പ്രദേശത്ത് നമ്മൾ ഓരോ പരിപാടി ഇട്ടാലും പകുതിയിലേറെ കടത്തയിലായിരിക്കും അത് അവസാനിക്കും. മൈക്കുകാരനും വണ്ടിക്കാരനും പ്രസിൽ നോട്ടീസ് അടിക്കുന്നവർക്കൊക്കെ ഇങ്ങനെ കടം വരും. അപ്പോൾ ഈ കടങ്ങളൊക്കെ അവസാനം വ്യക്തിപരമായ കടമായിട്ട് മാറാൻ തുടങ്ങി. അങ്ങനെ ഞാൻ 2008 നമ്മുടെ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ദുബായി പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ 2008 മെയ് മാസം 5-ാം തീയതി ദുബായി വെച്ച് നടക്കും. നമ്മളെല്ലാവരും ഈ ദുബായി പോകുമ്പോൾ കാണുന്നൊരു സ്വപ്നമുണ്ട്. അത് ഞാൻ അതിനെപ്പറ്റി ഒരു കവിതയായിരുന്നു. ഇത് ഇപ്പോൾ ഈ പണമേറെ പൂത്തുവിടർന്ന് നീടുന്ന മരമേറെ ഉണ്ടെന്ന് കണ്ട് ഞാനും ദുബായിലേക്ക് ചെന്നത്. അവിടെ ഇപ്പോൾ ആളുകൾ പറയുക ദുബായിലൊക്കെ പോയതിന് മരം പിടിച്ച് കുലുക്കി പുറകിലേക്ക് കൊണ്ടുവരാമെന്നുണ്ടെങ്കിലും അങ്ങനെയായിരുന്നു എൻ്റെ പോകും. പക്ഷേ അവിടെ ചെന്നിറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്നു. 1 ലക്ഷം രൂപയോളം വ്യവസായിക്ക് കൊടുക്കും. ഈ കയ്യിലിരുന്ന സ്ഥാനം പോയി, ആഹാരവും പിടിക്കുന്നില്ല, ഭാഷയും അറിയത്തില്ല, വിസായി പറഞ്ഞ ജോലിയാണ് കിട്ടിയത്. ഞാൻ ചെന്നപ്പെട്ടത് കൺസ്ട്രക്ഷൻ ഫീൽഡ്. അപ്പോൾ ഈ ദുബായിലെ ചൂടങ്ങോട്ട് കൂടുന്ന ഒരു സന്ദർഭമാണ് മെയ് മാസം. നമ്മളൊരു പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് ചെന്നപ്പോൾ ഈ എല്ലാ തരത്തിലും തകർന്ന ഒരു ചുറ്റുപാട് ചെന്നപ്പോൾ ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ കഴിയും. അപ്പോൾ ഈ എൻ്റെ വേദന പങ്കുവെച്ച ഒരു കൊല്ലത്തുള്ള ഒരു ജോസ്, ആ ജോസാണ് ഇതെല്ലാം കേട്ടിട്ട് എന്നോട് പറയുന്നത്, നിങ്ങൾ ശരിക്കും അറബി കഥ സിനിമയിലെ ക്യൂബ മുഹമ്മദനാണ്. ആ കഥ എഴുതിയ ഡോക്ടർ ഇക്ബാൽ കുറ്റിപ്പുറം ദുബായിലുണ്ട്, പുള്ളി എന്ന് പരിചയപ്പെടുന്നു. അങ്ങനെ ഞാൻ ഈ ദുബായിലൊക്കെ ചെന്നിട്ട് ഇങ്ങനെ ഒരു പുതിയ ആൾ, ഇക്ബാൽ കുറ്റിപ്പുറം പോലെ ആളിൻ്റെ നമ്പരൊക്കെ കണ്ടെത്തുക എന്ന് പറയുന്ന വലിയ പ്രയാസമുള്ള കാര്യം തന്നെ. പക്ഷേ അതിന് ഒരു വഴി നമ്മുടെ പ്രകൃതി തന്നെ കാണിച്ചു, അല്ലെങ്കിൽ ഈശ്വരൻ കാണിച്ചു എന്ന് വേണം പറയാം. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കൈക്കൊരു വേദന വന്ന് ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അദ്ദേഹം മലയാളി ഡോക്ടറായിരുന്നു. അദ്ദേഹമായിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൊല്ലം SM കോളേജിലെ SFIയുടെ ഒരു ഡോക്ടറായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു അന്തം കമ്മി ബന്ധം വന്ന്, അപ്പോൾ അങ്ങനെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പോൾ ഇക്ബാൽ കുറ്റിപ്പുറത്തിൻ്റെ നമ്പർ ഒന്ന് വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം വഴിയാണ് എനിക്ക് ഇക്ബാൽ കുറ്റിപ്പുറത്തിന് നമ്പർ കിട്ടുന്നത്. അങ്ങനെ ഞാൻ കുറ്റിപ്പുറത്തിനെ വിളിച്ച് അദ്ദേഹം പരിചയപ്പെടുത്തി. അപ്പോൾ ഞങ്ങളൊരു വ്യാഴാഴ്ച ദിവസം കൂടി കാണാൻ തീരുമാനിച്ചു. അപ്പോൾ പിറ്റേ ദിവസം ഞാനിങ്ങനെ സൈറ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ബസ്സിൽ ഡ്രൈവറും ഞാനും ഉറങ്ങാത്ത, ബാക്കി എല്ലാവരും ഉറങ്ങും. കാര്യം 1-2 മണിക്കൂർ യാത്ര ചെയ്യുന്ന ദൂരത്തിൽ വരണം ഞങ്ങളുടെ സൈറ്റിൽ വരണം. അന്ന് ഈ ഷെയ്ഖിൻ്റെ ഓട്ടോന്ന് കുളിക്കാൻ വേണ്ടി സ്വിമ്മിംഗ് പൂളിൻ്റെ വർക്കിന് പോയതാണ്, കട്ട മരുഭൂമി. അപ്പോൾ എല്ലാവരും ഉറക്കമാണ്. ഈ ഒരു 2 മണിക്കൂർ ഉറങ്ങാനുള്ള സമയം കിട്ടുമ്പോൾ ബസ്സിൽ എല്ലാവരും ഒരിക്കലും ഉറക്കമാണ്. അപ്പോൾ ഞാനും ഡ്രൈവറും വേണ്ടി ഉറങ്ങാതില്ല. അപ്പോൾ എൻ്റെ ഒരു മനസ്സിലൊരു ചിന്ത വന്നു, എന്തായാലും വ്യാഴാഴ്ച അദ്ദേഹത്തെ കാണാൻ പോയി 2 പാട്ട് എഴുതിക്കൊണ്ട് പോയത്. അങ്ങനെ ആ ചിന്ത വളർന്ന് ഞാൻ ഈ 4 ദിവസം 3 ദിവസം കൊണ്ട് 4 പാട്ട് എഴുതിക്കൊണ്ടാണ് കുറ്റിപ്പുറത്തിനെ കാണുന്നത്. അപ്പോൾ അവിടെ ചെന്ന് അദ്ദേഹത്തെ പരിചയപ്പെട്ട് അദ്ദേഹം ആ സിനിമ എഴുതാനുണ്ടായ സാഹചര്യം നമ്മുടെ നാട്ടിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞങ്ങനെ പയ്യോളം ഞങ്ങളോട് കഴിച്ചു കൂട്ടി കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ ഈ സാറിനോട് പറഞ്ഞു, സാറേ ഞാനൊരു 4 പാട്ട് എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്, സാറത് വായിച്ച് നോക്കിയിട്ട് കൊള്ളാമെന്നുണ്ടെങ്കിൽ അടുത്ത സിനിമയിൽ എടുക്കണം, ഞാൻ ഈ മരുഭൂമി കിടന്നിങ്ങനെ പറഞ്ഞാൽ രക്ഷപ്പെടുകയും ചെയ്യും എന്ന് ഞാൻ സാറിനോട് പറഞ്ഞു. സാറ് ആ പാട്ട് വായിച്ച് നോക്കിയിട്ട് സാറിനോട് പറഞ്ഞ കമൻറ്റ് കേട്ടാൽ ഒരുതപ്പെട്ട തൊലിക്കട്ടിയുള്ളവരാരും പിന്നെ പേന എടുക്കില്ല. അവസാനം സാറ് പറഞ്ഞു ഈ പാട്ടിവിടെ വെച്ചേക്കരുത്, പോകുമ്പോൾ അത് കൊണ്ടുപോയിക്കോണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പാട്ട് അത്രേ ഉള്ളായിരുന്നു.
അപ്പോൾ ഞാൻ വലിയ സംഭവമാണെന്നുള്ള നില ഈ പാട്ടിങ്ങനെ എഴുതി ഞാൻ വലിയ സംഭവമായി എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ കൊണ്ട് കൊടുക്കുകയും ചെയ്ത് സിനിമയിൽ ഇങ്ങനെ എടുക്കണമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. പക്ഷേ അദ്ദേഹം എന്നോട് അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ പിന്നീട് നിരന്തരം എഴുതാൻ ഉള്ളൊരു ത്വര എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അന്ന് കൂടുതൽ എഴുതുന്ന ഭക്തിഗാനങ്ങളായിരുന്നു. എല്ലാ ദൈവങ്ങളെക്കുറിച്ചും ഭക്തിഗാനം. അത് ആ ചൂടത്ത് കിടന്നതിൻ്റെ ആ ഒരു കാര്യം പണ്ട് വിളിച്ചിട്ടില്ലല്ലോ, അതിൻ്റെ ഓവർ ടൈം കൂടെ വിളിക്കുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും അന്നെല്ലാം എഴുതുന്ന ഭക്തിഗാനങ്ങളാണ് എഴുതിയത്. അവിടെ അങ്ങനെ 2 വർഷമായിരുന്നുള്ളൂ. സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ ആളുകളെ തിരിച്ചു വിട്ടത് കൊണ്ട് ഞാനും ഉണ്ടായിരുന്നു, തിരിച്ചു പോകും. അപ്പോഴും എഴുതിക്കൊണ്ടിരുന്നു. അപ്പോൾ ഫേസ്ബുക്കിൽ മറ്റു കാര്യങ്ങൾ സൂര്യകവിതയിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ തന്നെത്തോട്ട് വീട്ടിൽ നിന്നാൽ വീട്ടിൽ ഞാൻ ഈ കൊടി പിടിക്കുമല്ലോ എന്ന് ഭയന്നിട്ടാണ് വെൺമണി ചെങ്ങന്നൂരിലേക്ക് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ അവിടെ വന്നതിന് ശേഷമാണ് ഒരു പയ്യൻ പറഞ്ഞതിനനുസരിച്ച് ഫേസ്ബുക്കിൽ അതിലിങ്ങനെ ഏതെങ്കിലും ഒരു 4 പേര് എഴുതിയിട്ട് ശുദ്ധനം എന്ന് പറഞ്ഞ് എന്താണെന്ന് പറയാം. അപ്പോൾ ഒരു ദിവസം എഴുതിയപ്പോൾ ഞാൻ അറിയാതെ സൂര്യനൊരു നമസ്കാരം പറഞ്ഞ പോലെയാണ് ആ കവിത അവസാനിച്ചത്. അപ്പോൾ എനിക്ക് തോന്നി രാവിലെ എഴുതാൻ പറ്റിയ വിഷയം സൂര്യനാണ് എന്നൊരു ചിന്ത. ആ ചിന്തയിൽ നിന്നാണ് ഇന്ന് ഇവിടെ സൂര്യകവി എന്നുള്ള നിലയിൽ ഞാൻ ബഹുമാന്യരായ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ എനിക്ക് അവസരമുണ്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ 4000-ലേറെ സൂര്യകവികൾ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാ വൃത്തവും പ്രാസവും ഗീണത്തിൽ ചൊല്ലാറുള്ളതുപോലെ ഭംഗിയായിട്ട് തന്നെ എഴുതുന്നത്. നമ്മുടെ കവിതകൾ ആരും വായിച്ചാൽ ഞാൻ എന്നെ തന്നെ വിമൽകുമാർ എന്ന് വിളിക്കുകയല്ല, ഞാൻ ഭംഗിയായിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ തന്നെ അത് ചൊല്ലി ഇവിടെ പറഞ്ഞതുപോലെ ഞാൻ രാവിലെ വെളുപ്പിന് 3 മണിക്ക് എഴുന്നേക്കുന്നതാണ്. 10 വർഷത്തിലേറെ ഞാൻ ഈ വെളുപ്പിനെ ഉറക്കം എന്താണെന്ന് അറിയിച്ചു. അപ്പോൾ ഞാൻ എഴുതിയിട്ട് ഞാൻ നേരെ ചൊല്ലുന്ന സൂര്യഭഗവാൻ കേൾക്കാൻ വേണ്ടിയിട്ട് കേട്ടിട്ട് ഞാൻ ചൊല്ലുന്നത് കേട്ടിട്ടാണ് പുള്ളി ഇപ്പോൾ ഉണരുന്നത്. ഞാൻ ഒരു ദിവസം എഴുതി ചൊല്ലിയില്ലെങ്കിൽ പുള്ളി അന്ന് ഉണരില്ല എന്നുള്ള ഉറപ്പ് കേസ് കിട്ടും. പിന്നെ ഞാൻ എഴുതാതിരിക്കത്തില്ല, കാര്യം പുള്ളി ഒളിച്ചില്ലെങ്കിൽ നിങ്ങളൊക്കെ വിഷമിക്കില്ല എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടതായി. അപ്പോൾ അങ്ങനെയാണ് ഞാനിതൊരു ശരിക്കും പറഞ്ഞ നമ്മുടെ ഒരു ദൈനംദിന കർമ്മം പോലാണ് ഞാനിത് ശരിക്കും ഇത് ചെയ്യുന്നത്. നമ്മൾ ടൈം പാസിന് വേണ്ടി ചെയ്യുന്നതല്ല, ശരിക്കും സൂര്യഭഗവാനോടുള്ള പ്രാർത്ഥനയാണ് ഞാൻ ഈ വരികളിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ ഈ നമ്മൾ സാധാരണ ഇവിടെ നമുക്ക് തോന്നാവുന്നത് പോലെ ഒരു വിഷയത്തിൽ ഇത്രയേറെ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും എന്നൊരു ചോദ്യം ഞാൻ അവിടുത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കുട്ടി എന്നോട് ഇങ്ങനെ സംശയിച്ചു. സൂര്യൻ രാവിലെ ഉദിക്കും, വൈകിട്ട് അസ്തമിക്കും, ഇടയ്ക്ക് ചൂടും വെളിച്ചമുണ്ട്. അല്ലാതെ ഇന്ന് ഉദിക്കുന്ന പോലെയാണ് നാളെ ഉദിക്കുന്ന വേറെ ചില വ്യത്യാസമൊന്നും. അത്രയും മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൂര്യനെക്കുറിച്ച് ഇത്രയേറെ എങ്ങനെ വർണ്ണിക്കാൻ കഴിയുമെന്നുള്ളത് സംബന്ധിച്ചിട്ടുണ്ട്. ഞാൻ ആ കുട്ടിയോട് മറുപടി പറഞ്ഞു, ഞാനിതിൽ 1000 വർഷം ജീവിച്ചിരുന്നാൽ എഴുതിയാലും വർണ്ണിച്ച് തീർക്കാൻ കഴിയാത്ത അത്ര ഒരു മഹാപ്രതിഭാസമാണ് സൂര്യൻ എന്നാണ് ഞാനതിന് മറുപടി പറയുന്നത്. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളൂ. സൂര്യനെക്കുറിച്ച് വേറെ ഏത് വിഷയത്തിലും ഇവിടെ പറഞ്ഞ പ്രണയമൊക്കെ എഴുതിയാലും തീർന്നു പോകും. പക്ഷെങ്കിൽ സൂര്യനെക്കുറിച്ച് ലോകമുള്ള കാലം മുഴുവൻ എഴുതിയാലും തീർക്കാൻ കഴിയത്തില്ല എന്നുള്ള ആരെഴുതിയാലും, ഞാൻ മാത്രം എന്നുള്ള പറഞ്ഞ് ആരെഴുതിയാലും തീർക്കാൻ കഴിയാത്ത അത്രയേറെ വിശാലമായ അർത്ഥമുള്ള ഒരു പ്രതിഭാസം തന്നെയാണ് സൂര്യൻ എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് ഞാനീ പറഞ്ഞതുപോലെ ഞാൻ ഈ സൂര്യകവിതയിലേക്ക് വരികയും അങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒട്ടേറെ പുരസ്കാരങ്ങൾ കിട്ടി. ഈ പ്രാവശ്യം കിട്ടിയില്ലെങ്കിലും കേരള ഗവൺമെൻറ് ഈ പ്രാവശ്യം പത്മശ്രീക്ക് എൻ്റെ പേരോട് എന്തായാലും കൊടുത്തിരുന്നായിരുന്നു. അത് ഈ പറഞ്ഞാൽ ഗവൺമെൻറ്റിനോടുള്ള ഇഷ്ടം കൊണ്ട് കൊടുത്തതല്ല, അത് വേറൊരു സത്യം. ആലപ്പുഴ ജില്ലയിൽ നിന്ന് കളക്ടർ എൻ്റെ പേര് ചീഫ് സെക്രട്ടറിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഒഴിവാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അത് അവർ അതിൻ്റെ അത് എഴുതി കൊടുത്തു. എവിടെയാണ് എഴുതിയെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, 20ാമത്താണോ 70ാമെന്ന് എനിക്കറിയില്ല. എങ്കിലും അവർ എഴുതി കൊടുത്തിരുന്നു എന്നുള്ളൊരു സന്തോഷമുണ്ട്. അങ്ങനെ എന്തായാലും നമുക്ക് കിട്ടിയില്ലെങ്കിലും അവിടെ വരെ നമുക്ക് എത്താൻ കഴിഞ്ഞത് ശരിക്കും നമ്മുടെ ആ ഒരു പ്രാർത്ഥനയുടെ ഫലമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ ശരിക്കും ഞാൻ ഈ എഴുത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ എഴുത്തിലേക്ക് വരുന്നതിന് ഓരോ നിമിത്തം ഉണ്ടായിട്ടുണ്ടാവും എല്ലാവർക്കും. അല്ലാതെ നമ്മളൊരു പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഒരു കവിത എഴുതിയേക്കാണ്ട് പേനയും പേപ്പർ എടുത്ത ആളുകളായിരിക്കും. വാൽമീകി പോലും ഒരു നിമിത്തം ഉണ്ടായി. അല്ലെ ഒരു ഇണപക്ഷികളിലൊന്നിനെ അമ്പേര് കൊന്ന വേടനെ ശപിക്കാൻ വേണ്ടി ആ ഉരുവിട്ടതാണല്ലോ ഒരു ശ്ലോകമായിട്ട്. ആ ശ്ലോകത്തിൽ നിന്നുണ്ടായ ശ്ലോകമാണല്ലോ അദ്ദേഹത്തിന് പോലും ഉള്ളത്. അതൊരു നിമിത്തത്തിൽ നിന്നുണ്ടായതാണ്. വാൽമീകിക്ക് പോലും ആദ്യത്തെ ഒരു 4 പേര് ശ്ലോകം എഴുതാത്തത് എന്ന് പറഞ്ഞതുപോലെയാണ് നിങ്ങളെല്ലാവർക്കും നമുക്കെല്ലാവർക്കും ഇതുപോലെ ഓരോ നിമിത്തം ഉണ്ടാകും ഓരോ എഴുത്തിലേക്ക് വരുന്നത്. അങ്ങനെയാണ് എല്ലാവരും ഇവിടെ കവികളായിട്ട് എല്ലാവരും ഇവിടെ ഇപ്പോൾ ഈ സന്നിഹിതരായിരിക്കും. പക്ഷെ ഒരു കാര്യം എനിക്കിവിടെ പറയാനുണ്ട്. വാരേന്ദ്ര സാറിനെ നമ്മൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് ഗദ്യത്തിലൊരു കവിത എഴുതാമെന്ന് ചോദിച്ചാൽ പറ്റൂല്ലെന്നേ പറയാൻ കഴിയത്തുള്ളൂ. കാര്യം എനിക്കത് നടക്കുന്ന കാര്യം. പക്ഷേ എനിക്കൊരു വൃത്തത്തിൽ എന്നോടൊരു കവിത എഴുതാമെന്ന് ചോദിച്ചാൽ അത് എനിക്ക് സിമ്പിളായിട്ട് നടക്കാവുന്ന കാര്യം. ഏത് വിഷയം തന്നാലും എനിക്കത് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. എന്നുവെച്ചാൽ ഇതൊരു വലിയ മഹാസംഭവമല്ല. വൃത്തത്തിൽ കവിത എഴുതുക എന്ന് പറഞ്ഞ വലിയ സംഭവമല്ല. ഞാനത് ഒരു ഉദാഹരണം ഞാൻ പറയും. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ മാവേലി നാടുവാണ് ഇടും കാലം മനുഷ്യരെല്ലാവരും ഒന്നു ആ ഒരു 2 വരി ആരെങ്കിലും അതേ ഈണത്തിൽ ചൊല്ലാൻ ആരെങ്കിലും മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ഇത് ശരിക്കും ഉപമഞ്ജരി വൃത്തത്തിൽ എഴുതിയ കവിതയാണ്.
ഉപമഞ്ജരി വൃത്തമാണ്. ഇപ്പം നമ്മൾ ഈ ഈണത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു കവിത എഴുതിയ ഈണം വിടാതെ ഇത് ഈണം മാവേലി നാട് വാണിടും കാലം മനസ്സിൽ പാടിക്കൊണ്ടൊരു കവിത എഴുതിയാൽ അത് ശരിയായിട്ട് ഉപമഞ്ജരി വൃത്തത്തിലാകും. ആൾക്കൊരു തർക്കമില്ല കരുതുന്നുണ്ട്. ഉപമഞ്ജരി വൃത്തത്തിൽ കവിത എഴുതാൻ പഠിച്ചു. ഇത് 1-2 പ്രാവശ്യം ഇത് ഉപമഞ്ജരിയുടെ വൃത്തത്തിൽ ഒരു കവിത എഴുതാൻ നമ്മോട് പറഞ്ഞാൽ ഇന്ന വിഷയമാണെന്ന് പറഞ്ഞാൽ മനസ്സിൽ മാവേലി നാട് വാണിടും കാലം ഓർത്തിരുന്നാൽ മതി. ആ താളത്തിൽ എഴുതിയാൽ കൃത്യമായി എല്ലാ വരികളിലും 10 അക്ഷരം വീതം വരുന്ന ഉപമഞ്ജരി വൃത്തമാകും. 3 അക്ഷരം വീതമുള്ള 3 ഗണവും ഒരു ഗുരുവും എന്ന് കഴിയുമ്പോൾ ഈ പറയുന്ന ഉപമഞ്ജരി വൃത്തമാകും. എഴുതാൻ എന്തായാലും പ്രയാസമുണ്ടോ അങ്ങനെ ഒരു വൃത്തത്തിൽ ഒരു കവിത എഴുതാൻ? ഒരു പ്രയാസവുമില്ല. ഇപ്പോൾ അതുപോലെ തന്നെ കേകയിൽ ഒരു കവിത എഴുതണം. കേക വൃത്തത്തിൽ നമ്മുടെ ഭാസ്കരൻ മാഷിൻ്റെ കാളകൾ കവിത. കൊളത്തു കനന്തും പണ്ഡിതൻ തണ്ടും തേറി കളകൾ മന്ദം മന്ദം ഇഴഞ്ഞു നീങ്ങുമ്പോൾ ഈ താളത്തിൽ എഴുതിയാൽ മതി. പാതാതിപ്പൊരുത്തം മാത്രം ശ്രദ്ധിച്ചാൽ മതി. തുടക്കത്തിലുള്ള അക്ഷരം ദീർഘമാണെങ്കിൽ തൊട്ട് താഴത്തെ അക്ഷരം ദീർഘാക്ഷരത്തിൽ എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ താളം വിടാതെ എഴുതിയാൽ ഏകവൃത്തത്തിൽ കവിത എഴുതാൻ പഠിച്ചു. അങ്ങനെ എൻ്റെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ ഈ പറഞ്ഞും നടന്നും ഇഴഞ്ഞും ആ താളത്തിൽ കവിത എഴുതേണ്ട കാര്യം നമുക്കുണ്ടാകും. എല്ലാവർക്കും പാടാനറിയാം. മനസ്സിൽ പാടിയാൽ മതി. കുറച്ച് പാടണം, യേശുദാസ് പാടുന്ന പറഞ്ഞു അങ്ങനെ പാടണമെന്നൊന്നുമില്ല. മനസ്സിൽ ഒരു കവിതയുടെ താളത്തിൽ പാടി എഴുതിയാൽ ഈ പറഞ്ഞത് എല്ലാവരും വൃത്തത്തിൽ എഴുതാൻ പറ്റും. നമ്മുടെ മുമ്പേ സംസാരിച്ചപ്പോൾ നമ്മുടെ ഈ കോർഡിനേറ്റർ സുധീർ മാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്. ചില വിഷയങ്ങളിൽ എഴുതി വരുമ്പോൾ വൃത്തത്തിന് പുറത്തു പോകും. വൃത്തത്തിൽ എഴുതാൻ അറിയാവുന്ന ആളാണ്. അപ്പം വൃത്തം മാറ്റി വെച്ചിട്ട് നമ്മൾ എഴുതും. നമ്മൾ ചെമ്മനം ചാക്കോ മാഷ് ഒരു കവിതയാണ്, രക്തദൂഷ്യം എന്നൊരു കവിതയുണ്ട്. അത് ഈ കേക വൃത്തത്തിലാണ് എഴുതിയിരിക്കുന്നത്. അത് ഈ കോമഡിയാണ് സംഭവം. ഡിസ്ചാർജ് ചെയ്തിട്ടും പോകുന്നില്ല അതാ രോഗി, ഡിസ്ചാർജ് നൽകാമെന്നും ചൊന്നിട്ടും കിടപ്പത്ര, സൂപ്രണ്ട് ചൊല്ലി പോകാൻ ഡോക്ടറും നേഴ്സും നാനാസൂത്രങ്ങൾ ചൊല്ലി കല്ലിൽ വെള്ളമായി പതിച്ചല്ല. ഇത് കേക. അദ്ദേഹം എത്ര സമർത്ഥമായിട്ടാണ് ഈ രക്തദൂഷ്യം കവിത എഴുതി അവതരിപ്പിച്ച കേരളത്തിൽ തന്നെ. അപ്പോൾ ഏത് വിഷയത്തിലും നമുക്ക് അല്പം ബുദ്ധിമുട്ടണം എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം പേന എടുത്ത് 2 സെക്കൻഡ് കൊണ്ട് എഴുതി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത് നടന്നെന്ന് വരത്തില്ല. അല്പം ആലോചിച്ച് വാക്കുകൾ കണ്ടെത്തി ആ ഒഴുക്കിനനുസരിച്ച് എഴുതിയാൽ കൃത്യമായി എല്ലാവർക്കും അത് വൃത്തത്തിൽ തന്നെ എഴുതി ശീലിക്കാൻ പറ്റും. ഇപ്പോഴുള്ള ഈ കവിത എന്നുള്ള ഈ അപജയം എഴുതി നമ്മുടെ ഈ ടി പത്മനാഭൻ മാഷ് ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, കേരളത്തിലെ ജനസംഖ്യയേക്കാൾ കൂടുതൽ കവികളാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്തെഴുതിയാലും കവിതയുടെ രൂപത്തിലാക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് കവികളുടെ എണ്ണം വല്ലാണ്ട് വർദ്ധിച്ചു. എന്നാൽ ഈ കവിതയുടെ ഈ പറഞ്ഞ് എഴുതുന്ന കവിതകളൊക്കെ ഒരു കഥയായിട്ട് അവതരിപ്പിക്കുകയാണെങ്കിലോ കവിതയെക്കാട്ടി മാർക്കറ്റ് നല്ല കഥകൾക്കുണ്ട്. പക്ഷേ ആളുകൾക്ക് പെട്ടെന്ന് പേരെടുക്കാൻ പറ്റിയ ഒരു ഉപാധി കവിയാണെന്നുള്ളത് കൊണ്ട് എന്തെഴുതിയാലും ആ നിലയിലേക്കോട്ട് മാറി. എന്നിട്ട് അതെല്ലാം പുസ്തകമാക്കി. എന്നിട്ട് അതൊന്നും വായനക്കാരില്ലാതെ എവിടെയെങ്കിലും കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറി കാര്യങ്ങൾ. നല്ല പുസ്തകം, നല്ല കവിതകൾക്ക് പോലും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ മാർക്കറ്റില്ല. നന്നായിട്ട് എഴുതുന്നവർക്കും മാർക്കറ്റില്ല. പിന്നെ ആളുകളൊക്കെ പിടിച്ചു നിൽക്കുന്ന പഴയ പേരുകാരൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അല്ലാത്ത ആളുകൾക്കൊന്നും പുതുതായിട്ട് വരുന്നവർക്ക് ആർക്കും താളത്തിൽ എഴുതിയാലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അല്ലാതെ ചിലർക്ക് എന്നാൽ ചോദിക്കുക, അടുത്ത സമയത്ത് നമ്മുടെ കേരള മുഖ്യമന്ത്രിയെ സ്തുതിച്ചുകൊണ്ട് ഒരാളൊരു കവിത എഴുതുന്നു. എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, കേരള മുഖ്യമന്ത്രിയെ സ്തുതിച്ചുകൊണ്ടൊരു കവിത എഴുതി. ആ കവിത ഒറ്റ കവിതയാണ് എഴുതിയുണ്ട്. അയാൾ പെൻഷൻ പറ്റിയ ഉദ്യോഗസ്ഥരായിരുന്നു. പിറ്റേ ദിവസം ധനകാര്യ വകുപ്പിൽ അയാളെ താൽക്കാലിക ജീവനക്കാരനെ നിയമിച്ചു. കേരളം മുഴുവൻ അയാളെ അറിയപ്പെടുന്ന അയാൾക്കുമാണ്. നമ്മൾ 4000-ലേറെ സൂര്യകവിത എഴുതിയിട്ട് ഇതിൽ നമുക്കാർക്കും ജോലി തന്നില്ല, നമ്മളെ ആരും അംഗീകരിച്ചില്ല. അതാണ് നമ്മളുള്ള വ്യത്യാസം. അപ്പോൾ ചില ആളുകൾ പെട്ടെന്ന് വൈറലാവാൻ വേണ്ടിയിട്ട് ഇത്തരം തട്ടിക്കൂട്ടലും സ്തുതിപാഠകരും ഒക്കെയായി കവികൾ മാറുന്നുണ്ട്. ആ കാലഘട്ടം കൂടിയാണ്. നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് സ്തുതിപാഠ ന്യായെങ്കിലേ നിലനിൽപ്പിൻ്റെ ഭാഗമായി നിൽക്കാൻ കഴിയുമെന്നുള്ള ഭാഗമായിട്ട് ചില ആളുകൾ അത്തരത്തിലേക്ക് കവികൾ മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഞാനീ പറഞ്ഞതുപോലെ വൃത്തത്തിൽ എഴുതുക എന്ന് പറഞ്ഞതൊന്നും അത്ര വലിയ കാര്യമായിട്ടുള്ള കാര്യമല്ല. ഞാൻ 1-2 ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ വേറെ കാര്യമുണ്ട്. ഹരിവരാസനം വിശ്വമോഹനം, ഇത് സമ്മതവൃത്തമാണ്. ഈ ഹരിവരാസനം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ജയ ജനാർദ്ദനാരാധികാപദേ ഈ പാട്ട് എഴുതിയിരിക്കുന്ന അങ്ങനെ ഈ ഹരിവരാസനത്തിൻ്റെ അതേ താളത്തിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സമ്മതവൃത്തത്തിലായിരിക്കും. ഇങ്ങനെ ഒരുപാടുണ്ട്. നമ്മുടെ മധുസൂദനൻ സാറിൻ്റെ 12 മക്കളെ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ, ഇത് മാരകാഗ്നി വൃത്തമാണ്. ഈ 12 മക്കൾ ഈ മധുസൂദനൻ സാറിൻ്റെ കവിതയും പാടിക്കൊണ്ട് എഴുതിയ പോലെ ഒരു മാരകാളിൻ്റെ ഒരു കവിതയാവാം. ഞാനൊരു സൂര്യകവിത എഴുതുന്നുണ്ട്. ഈ മാരകാളി ഒരുപാട് എഴുതിയിട്ടുണ്ട്. അതിലൊരെണ്ണം എങ്ങനെ എഴുതി: പൊന്നണിഞ്ഞാദിത്യനാകാശമേടയിൽ വന്നുദിക്കുന്നൊരു നേരം മണ്ണിലേക്ക് തിരിത്തൂവെളിച്ചം തരും ഇന്നിൻ്റെ ആരംഭമാകാൻ. ഇത് മാരകാളി വൃത്തമാണ്. എന്താ പ്രശ്നം നമുക്ക് എഴുതുന്നതിന്? അങ്ങനെ ഓരോ കവിതകളിലും നമ്മുടെ മുമ്പിൽ ഒരുപാട്. ഇതൊന്നും ഇല്ലാത്ത കാലത്ത് വാൽമീകി എങ്ങനെ എഴുതിയത്?
വാൽമീകിയുടെ മുമ്പിൽ എന്തെങ്കിലും ഇതുപോലെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഹരിവരാസനോ ഏതെങ്കിലും മുമ്പിലുണ്ടായിരുന്നോ? ഒന്നുമില്ല. അദ്ദേഹം എങ്ങനെയാണ് ഒരു മഹാകാവ്യം എഴുതാൻ കഴിയുന്നത്? അപ്പോൾ ആ അദ്ദേഹത്തെ പോലെ ഒരാൾ നമുക്ക് മാതൃകയായിട്ടുള്ളപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഇത്തരം കവിതകളിലേക്ക് എഴുതുന്നത്? അതുകൊണ്ട് എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട കവികളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഞാനിവിടെ പറഞ്ഞതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ തോന്നുമെങ്കിൽ ഈ ഒരു വൃത്തത്തിൽ എഴുതാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ആ ഉദാഹരണത്തിലെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പഴയ കവിതകളൊക്കെ എഴുതിയിരിക്കുന്ന എല്ലാം ഈ പറഞ്ഞ പോലെ വൃത്തത്തിലാണ്. അതിലേതെങ്കിലും ചൊല്ലാൻ കഴിയുന്ന താളത്തിൽ നോക്കിയിട്ട് ആ താളത്തിൽ എഴുതുവാണെങ്കിൽ ഒരുപാട് ധാരാളം കവിതകൾ നമുക്ക് ആ തരത്തിലെടുക്കാനുള്ള കവിതകളുണ്ട്. നമ്മുടെ വയലാർ പോലെ സിനിമാ പാട്ട് എഴുതിയിട്ടുണ്ട്. താരകരൂപിണി നീ എന്നുമെന്നുടെ ഭാവനാരോമാഞ്ചമായിരിക്കും. ഇത് മഞ്ചരി വൃത്തമാണ്. അപ്പോൾ ഇങ്ങനെ സിനിമാ പാട്ട് പോലും വയലാറിനെ പോലുള്ളവർ വൃത്തത്തിൽ എഴുതിയ നമ്മുടെ മുമ്പിൽ ധാരാളമുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നമുക്കൊന്ന് മാതൃകയാക്കിയാൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നന്നായിട്ട് നിലനിൽക്കുന്ന തരത്തിൽ നമുക്കെല്ലാം കവിതകൾ എഴുതാൻ പറ്റും. ആ നിലയിൽ ഞാൻ ഈ പറഞ്ഞത് ആരെങ്കിലും ഒന്ന് ദയവ് ചെയ്ത് നാളെയെങ്കിലും ഈ സമയം പോലെ അത്തരം ഒരു കവിതയിലൊക്കെ എഴുതാനൊരു ശ്രമമെങ്കിലും നടത്തണം എന്നൊരു എളിയ അഭ്യർത്ഥനയോട് കൂടിയിട്ട് ഞാനൊരു കവിതയും കൂടെ ചൊല്ലിയിട്ട് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാം. കവിതയുടെ പേര് കുമാരനാശാൻ. വല്ലനയാറിൻ്റെ തൽപ്പത്തിലുള്ള നീ ചൊല്ലിത്തരുന്നൊരു കാവ്യദുഃഖം മെല്ലെ ഞങ്ങൾ നുകർന്നിടട്ടയാവോളം മുല്ലപൂത്തേറും സുഗന്ധമൂടെ. വല്ലനയാറിൻ്റെ തൽപ്പത്തിലുള്ള നീ ചൊല്ലിത്തരുന്നൊരു കാവ്യദുഃഖം മെല്ലെ ഞങ്ങൾ നുകർന്നിടട്ടയാവോളം മുല്ലപൂത്തേറും സുഗന്ധമൂടെ. തൊട്ടുകൂടാത്തവർക്കാത്മസന്ദേശമായി പൊട്ടിവിടന്ന നിൻവാച്ചരത്താൽ കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ ജന്മങ്ങൾക്ക് കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ ജന്മങ്ങൾക്ക് കെട്ടിയ മുത്ത് കുമാരനാശാൻ. തൊട്ടുകൂടാത്തവർക്കാത്മസന്ദേശമായി പൊട്ടിവിടർന്ന നിൻവാച്ചരത്താൽ കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ ജന്മങ്ങൾക്ക് കെട്ടിയ മുത്ത് കുമാരനാശാൻ. എണ്ണമേറും കാവ്യവല്ലരി പൂക്കളിൽ മണ്ണിൻ മണം കൊണ്ട കർഷകനും കണ്ണീരണിഞ്ഞിടും വീണപൂവും 100 വർണ്ണത്തിലെന്നും തിളങ്ങിടുന്നു. എണ്ണമേറും കാവ്യവല്ലരി പൂക്കളിൽ മണ്ണിൻ മണം കൊണ്ട കർഷകനും കണ്ണീരണിഞ്ഞിടും വീണപൂവും 100 വർണ്ണത്തിലെന്നും തിളങ്ങിടുന്നു. ചിന്തതന്നാശയ ഗംഭീര ഭംഗിയിൽ വെന്ത പൊന്നെന്ന പോലുള്ള വാക്കും അന്തരംഗം സ്നേഹഗായകനാവതും ചന്തമേറെ പൂത്തുലഞ്ഞു നിൽപ്പൂ. അർത്ഥമില്ലാത്തോരനാചാരമൊക്കെയും വർദ്ധിച്ചു വ്യാപരിക്കുന്ന നേരം മിണ്ടാതിരിക്കുവാനാവാതയാശാന്റെ ചണ്ടാലപേക്ഷുകി ചോദ്യമായി. അർത്ഥമില്ലാത്തോരനാചാരമൊക്കെയും വർദ്ധിച്ചു വ്യാപരിക്കുന്ന നേരം മിണ്ടാതിരിക്കുവാനാവാതയാശാന്റെ ചണ്ടാലപേക്ഷുകി ചോദ്യമായി. ദിവ്യകാവ്യാമൃതമാം സുഗന്ധം ദൂഷി ഭവ്യനായി ചട്ടങ്ങൾ മാറ്റുവാനായി നവ്യലോകത്തിൻ്റെ മാറിലേക്കായിരം അമ്പുകൾ വാക്കിനാലെയ്തു നിന്നു.
അല്ലയോ കാവ്യാംശ ശ്രേഷ്ഠനാം നീ ഭൂവിലില്ലാത്ത നൂറാണ്ടു വന്നിടുമ്പോൾ, അല്ലയോ കാവ്യാംശ ശ്രേഷ്ഠനാം നീ ഭൂവിലില്ലാത്ത നൂറാണ്ടു വന്നിടുമ്പോൾ, മണ്ണിൽ മുളപ്പിച്ച തീ കാറ്റിലക്ഷരം വിണ്ണോളമെത്തി പരിലസിപ്പൂ, മണ്ണിൽ മുളപ്പിച്ച തീ കാറ്റിലക്ഷരം വിണ്ണോളമെത്തി പരിലസിപ്പൂ. അപ്പോൾ ആ വൃത്തത്തിലൊരു കവിതയാണ് ആദ്യം കണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഷുഗറിൻ്റെ ഒരു പ്രശ്നം പിടിച്ചുകൊണ്ട് ഇടയ്ക്ക് തൊണ്ടവയ്ക്കലിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ശരണഗതി തെളിയുവതിനെന്നും കനൽ ചൂടി ശാതമോടോങ്കാരമോതുന്ന നിന്നുടെ ശകുനമുലകിനു ദിനവുമേകാനുദേശാത്മശാന്തിയോടൊഴിയെ തൊട്ടുണർത്തിയിടണം. ശതസഹസ്രകിരണമഴകിൽ നൃത്തമാടുവാൻ സ്വാദ്വല സ്വാധ്യാം ഭൂമിയിലെത്തവേ, ശനിയുമഴലിരുളുമകലും പ്രഭാതം വരും ശാലീനഭാവമോടെല്ലാം ഉണർന്നിടാൻ. ശരിയിലനവരതമരുളുന്ന പൊൻതേരേറി ശാശ്വത സത്യമായി വാഴുന്ന നിന്നുളി, ശശിയുമനവധി ഗ്രഹവും ഇത്യാദി സർവതും ശാന്തമായൊന്നും വലത്തു വച്ചിടുവാൻ. ശിഖിയണിയുമതുലകുലജാതനായിപ്പോഴും ശീലങ്ങൾ മാറ്റാതെരിഞ്ഞും വിളങ്ങിയും, ശിലയലിയുമതിരുചിരമന്ദഹാസത്തിലും ശീതാംശുഗന്ധമുണ്ടായി പരക്കണം. ശുഭസമയമറിയുമരുണൻ കിഴക്കുത്തരെ ശൂന്യവൃന്ദാവന ക്ഷേത്ര ബ്രഹ്മജ്ഞനായി, ശുചിഹൃദയ നളിന സമനായി തെളിഞ്ഞാണുവാൻ ശോഭയോടാഴി വിത്തെത്തണം നിത്യവും. ശരണഗതി തെളിയുവതിനെന്നും കനൽ ചൂടി ശാതമോടോങ്കാരമോതുന്ന നിന്നുടെ ശകുനമുലകിനു ദിനവുമേകാനുദേശാത്മശാന്തിയോടൊഴിയെ തൊട്ടുണർത്തിയിടണം. നിങ്ങളുടെ എല്ലാ അനുഭവത്തോടു കൂടി അതിനുമുമ്പ് നമ്മുടെ എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ച, ഇവിടെ വിവിധ പരിപാടികൾ നടക്കാറുണ്ട്. ഇന്നത്തെ ഈ കാവ്യ സദസ്സിൽ ഇതിൻ്റെ ഉദ്ഘാടനത്തിനായി എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോടുള്ള ആ ഒരു വലിയ എഴുത്തുകാരൻ എന്നുള്ളതിൽ എനിക്ക് കിട്ടിയ ഒരു വലിയ അംഗീകാരമാണ് ഇവിടുത്തെ ഈ പരിപാടി. അപ്പോൾ അതിന് എൻ്റെ ഈ സംഘാടകരോടും വിശിഷ്യ നമ്മുടെ ബാലചന്ദ്രൻ സാറിനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുഭവത്തോടു കൂടി ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. 8 പ്രകാശന കർമ്മം ജയദേവൻ സാർ നിർവഹിക്കുന്നതാണ്. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.